എല്ലാവർക്കും നമസ്കാരം. ഐശ്വിൻ മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ വന്ന ഷോർട്സ് ഏകദേശം 500 പേര് കണ്ടു. എല്ലാവർക്കും നന്ദിയുണ്ട്. ഒരു 12 പേര് നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിൻ്റെ സ്പോസ് എങ്ങനെ നമുക്ക് നാട്ടിൽ നിന്നും എങ്ങനെ ജർമ്മനിയിലേക്ക് വരാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ വീഡിയോയിലോട്ട് പോവുകയാണ്. ഞാൻ വന്നത് എൻ്റെ വൈഫ് ഇവിടെ, ഞാൻ പറഞ്ഞല്ലോ വൈഫ് ഇവിടെ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു, രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ വന്നത് ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ ഏജൻസി ആണെന്ന് എനിക്കത് ഒരു പയ്യനാണ്. അങ്കമാലിയിലുള്ള ആൽബിൻ എന്ന് പറഞ്ഞൊരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. പുള്ളി വഴിയാണ് എൻ്റെ പേപ്പറിൽ എല്ലാം ഞാൻ ചെയ്തത്. പുള്ളിയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ വഴി കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളീനെ വിളിക്കുക. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. കാരണം വെച്ചാൽ നമുക്ക് പുള്ളിയായിട്ട് സംസാരിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ്. പുള്ളിക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ നേരിട്ട് അയച്ചു കൊടുത്താൽ മതി. പുള്ളി അതെല്ലാം പ്രിൻ്റ് എടുത്ത് നമുക്ക് പറയുന്ന ദിവസം പുള്ളി ഡേറ്റ് എടുത്തിട്ട് ആ ഡേറ്റിൽ എറണാകുളത്ത് പുള്ളി എത്തിച്ചു തന്നോളും. നമുക്കൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുള്ളി നല്ല മനുഷ്യനാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഓഫീസിൽ എല്ലാം പോവുകയാണെങ്കിൽ നമ്മളവിടെ നോക്കിയിരിക്കണം. അവരുടെ ടൈമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് റെഡിയാകുന്ന സമയം അനുസരിച്ച് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അവരതെല്ലാം പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ആളാണ്. പുള്ളിയുടെ പേര് ആൽബിൻ എന്നാണ്. എന്നാലും പുള്ളി ആവശ്യമുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ തരാം. എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ നമ്പർ തരാം. പുള്ളീനെ വിളിച്ചാൽ മതി. എനിക്ക് ഇതിൻ്റെ ഒന്നും കിട്ടാറൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ എന്ന് കരുതിയാണ്. എനിക്ക് നമ്മുടെ ഒരു സുഹൃത്താണ് ഈ പുള്ളിയുടെ നമ്പർ തന്നത്. ഞാനത് എൻ്റെ പലർക്കും കൊടുത്തു. ഒരു 4-5 പേരെങ്കിലും ഞാൻ കെയർ ഓഫ് വഴി പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് അവരൊക്കെ ജർമ്മനി എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ജർമ്മനിയിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് സ്പോസ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ജർമ്മനിയിലായിരിക്കും. അവർ എന്തൊക്കെ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ അർബൈറ്റ് ഫ്രട്ടാഗാണ്. അർബൈറ്റ് ഫ്രട്ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എംപ്ലോയർ അവർക്ക് കൊടുക്കുന്ന കോൺട്രാക്റ്റാണ്. അത് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 month സാലറി സ്ലിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം മേറ്റ് ഫ്രട്ടാഗാണ്. മേറ്റ് ഫ്രട്ടാഗ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ കോൺട്രാക്റ്റാണ്, എഗ്രിമെൻ്റാണ്. നമ്മളൊരു വീടെടുത്ത് കഴിയുമ്പോൾ നമ്മളിവിടുത്തെ റിയൽ എസ്റ്റേറ്റ് കമ്പനി അല്ലെങ്കിൽ ഇവിടുത്തെ ഹൗസ് ഓണർ നമുക്ക് തരുന്നൊരു കോൺട്രാക്റ്റാണ് മേറ്റ് ഫ്രട്ടാഗ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. അത് വേണം നമുക്ക്. പിന്നെ മൂന്നാമത്തെ കാര്യം മേൽ ബെഷൂങ്ങനെയാണ്. മേൽ ബെഷൂങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ വീട്ടിലോട്ട് താമസം മാറി, അതായത് നമ്മൾ പഴയ സ്ഥലത്ത് നിന്ന് പുതിയ വീട്ടിലോട്ട് നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആ വീട്ടിലോട്ട് താമസം മാറിയതിന് ശേഷം നമ്മൾ റാത്തോസിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ നിന്നൊരു പേപ്പറാണ് മേൽ ബെഷൂങ്ങിന്. അത് ഒരു 6 മാസം കൂടാൻ പാടില്ല. അതായത് ഞാൻ പറയുവാണെങ്കിൽ നേരത്തെ ഒന്നും വീട് മാറേണ്ട ആവശ്യമില്ല. കാരണം തിരക്കുള്ള വല്ല റാത്തോസൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ നേരത്തെ വീട് മാറിയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആ മാസത്തിൽ 1-ാം തീയതി 2-ാം തീയതിയോടുകൂടി നിങ്ങൾ ആ വീട്ടിലോട്ട് മാറുക. അന്നത്തെ ഡേറ്റിൽ നിങ്ങളുടെ ഹൗസ് ഓണർ നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ചെയ്തു തരും. കോൺട്രാക്റ്റ് പുള്ളി അവിടെ നിന്ന് ചെയ്തു തരുന്ന വലിയ താമസമൊന്നും വേണ്ട. മിക്കവരും തന്നെ സെയിം ഡേറ്റിൽ നമുക്ക് പറയുന്ന ഡേറ്റിൽ തന്നെ കോൺട്രാക്റ്റ് നമുക്ക് സൈൻ ചെയ്ത് തരും. നമ്മൾ അവർക്ക് സൈൻ ചെയ്ത് കൊടുക്കുന്നു, അവർ സൈൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചയച്ചു തരുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. അതുമായിട്ടാണ് നമ്മൾ റാത്തോസിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1-2 മാസം മുന്നേയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 3 മാസത്തെ വാടക നമ്മൾ വെറുതെ കൊടുക്കണം. നമ്മുടെ ഹസ്ബൻഡോട്ട് വരുമോ ഇല്ല ഫാമിലിയോട്ട് ഇങ്ങോട്ട് വരാൻ സമയമെടുക്കും. അപ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നഷ്ടമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിൽ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പം മേൽ ബെഷൂങ്ങിന് വേണം. പിന്നെ വേണ്ടത് ഔഫൻഹാൾട്ടാണ്. ഔഫൻഹാൾട്ട് മേജറായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. നമ്മുടെ വിസ അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മൾ ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്നുള്ള ഒരു പെർമിറ്റാണ്, അനുമതിയാണ് ഔഫൻഹാൾട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഫിക്സിയോൺ ആണെങ്കിലും മതി. ഫിക്സിയോൺ വെച്ചാണ് ഞാനിവിടെ എത്തിയത്. എൻ്റെ വൈഫിന് ഔഫൻഹാൾട്ട് കിട്ടിയിട്ടില്ലായിരുന്നു, പക്ഷേങ്കിൽ ഉർക്കുണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഔഫൻഹാൾട്ട് വേണം. പിന്നെ വേണ്ട ഒരു ഡോക്യുമെൻറ്റ്സ് ആണ് ഉർക്കുണ്ട. നിങ്ങളുടെ വൈഫ് ഒരു നേഴ്സായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഉർക്കുണ്ട എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിവിടെ ഒരു എക്സാമൊക്കെ എഴുതി കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ പിന്നെ വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യാം.
എല്ലാം കൂടെ നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. പിന്നെ വേണ്ടത് ഇവിടുത്തെ ഒരു കോൺടാക്റ്റ് നമ്പർ, നിങ്ങളുടെ ജർമ്മനിയിലെ കോൺടാക്റ്റ് നമ്പർ, മെയിൽ ഐ ഡി, ഇത്തരം കാര്യങ്ങളാണ് ജർമ്മനിയിൽ നിന്ന് വേണ്ടത്. പിന്നെ അടുത്ത ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, അടുത്തതായിട്ട് വേണ്ടത് നാട്ടിൽ നിന്നുള്ള നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നാട്ടിൽ നിന്നുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സാണ്. ആദ്യമായിട്ട് തന്നെ അവരുടെ പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കൻസ് പാസ്പോർട്ട് നമുക്ക് വേണം. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ കേരള സർക്കാർ പുതിയ വെബ്സൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ പുതിയ വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പഴയ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ അക്ഷയ അല്ലെങ്കിൽ CSCയിലൊക്കെ പോയിട്ട് നിങ്ങൾ പറഞ്ഞ് അവരോട് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ അവർ പുതിയ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് തരും. കാരണം ഇപ്പോൾ നിലവിൽ പുതിയ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആപ്ലിക്കൻസ് പാസ്പോർട്ട്, പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെങ്കിലും ഹസ്ബൻഡ് വൈഫിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെങ്കിലും നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പിന്നെ ഈ 2 ഡോക്യുമെൻറ്റ്സും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ഇതിൻ്റെ 2ൻ്റെ ട്രാൻസ്ലേഷൻ വെച്ചിട്ടിരുന്നു. ഞാൻ ജർമ്മനിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എനിക്ക് ഏകദേശം ഒരു ഡോക്യുമെൻറ്റ് 35 യൂറോ ആയിട്ടുള്ളൂ. പലയിടത്തും ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന് ഒരു ഡോക്യുമെൻറ്റിന് 65 തൊട്ട് 70 യൂറോയാണ് വാങ്ങുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മെയിൽ ഐ ഡി തരാം. ആ മെയിലിലൂടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ മെയിൽ അയച്ചു തരും. നിങ്ങളത് ആ ഒരു മെയിലിലും കൺഫർമേഷൻ നിങ്ങൾ തിരിച്ചയക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ പോസ്റ്റിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ച് നിങ്ങളുടെ വീട്ടിൽ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് എനിക്ക് ആ ഒരു മെയിൽ ഐ ഡി കിട്ടിയത്. അത് ഈ ഫ്രാങ്ക്ഫർട്ട് ഭാഗത്തുള്ളൊരു ഓഫീസാണ്. അവിടെ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് വിതിൻ 2 to 3 ഡേയ്സിനുള്ളിൽ നമ്മൾ അയച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സാധനം പോസ്റ്റിൽ നമ്മുടെ വീട്ടിൽ കിട്ടും. പിന്നെ വേണ്ട നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. നമ്മുടെ ഹൈസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അത് മാത്രം വെച്ചാൽ മതി. വേറെ +2 ആണെങ്കിൽ +2, ഡിഗ്രിയാണ് ഡിഗ്രി. പിന്നെ വേണ്ട നിങ്ങളുടെ ആധാർ കാർഡ്, പിന്നെ ജർമ്മൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇപ്പം ജർമ്മനിയുടെ നിയമം അനുസരിച്ച് നാട്ടിൽ നിന്ന് കയറി വരുന്ന ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഇവിടെ വന്നിട്ട് ഇൻറ്റഗ്രേഷൻ കോഴ്സ് ചെയ്യേണ്ടതുണ്ട്. ഇൻറ്റഗ്രേഷൻ കോഴ്സ് നമുക്ക് ഒരു വള്ളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്നോട് പറഞ്ഞിട്ടില്ല, എൻ്റെ പല സുഹൃത്തുക്കൾ ഇവിടെ വന്നവരോടെല്ലാം അവരിപ്പം തുടങ്ങിയിട്ടുണ്ട്, ഈ ഇൻറ്റഗ്രേഷൻ കോഴ്സ് അവർ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം B1 വരെ നമുക്കിവിടെ പഠിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്ന കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ ഇൻറ്റഗ്രേഷൻ കോഴ്സാണ്. അതിൻ്റെ കൂടെ തന്നെയായിട്ട് ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ കാര്യങ്ങൾ, ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡോക്യുമെൻറ്റ്സ് വേണം. ജർമ്മൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ മാരേജ് ഫോട്ടോസാണ് വെക്കേണ്ടത്. മാരേജ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിച്ച് പള്ളിയിലാണ് അമ്പലത്തിലാണെങ്കിൽ അവിടെ നിന്നുള്ള ഏതെങ്കിലും നമ്മുടെ റിച്വൽസ്, അതായത് നമ്മുടെ കല്യാണം കഴിക്കുന്നതിൻ്റെ അവരോടും നമ്മുടെ ഫാമിലിയോടൊപ്പം ഉള്ള ഒരു ഫോട്ടോസൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു 5 എണ്ണം വെച്ചാൽ 5 or 10 എണ്ണം വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൽബം ഉണ്ടെങ്കിൽ ആൽബത്തിൻ്റെ ലീഫായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഈ സ്റ്റുഡിയോക്കാർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്താൽ മതി. അതായത് അതിൻ്റെ ഒരു 5 ലീഫ് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 10-25 ഫോട്ടോസ് നമുക്ക് ഒരു ലീഫിൽ തന്നെ ഒരു 5-10 ഫോട്ടോസ് കിട്ടും. അങ്ങനെ ഒരു 5 ലീഫ് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒരു 10-25 ഫോട്ടോസ് ഉണ്ടാവും. അത് മതിയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ മാരേജ് ഫോട്ടോസൊക്കെ വെച്ച് അവർക്ക് നിങ്ങളുടെ മാരേജ് ഫേക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, മാരേജ് വെരിഫിക്കേഷൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മാസം വരെ എടുക്കും അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരമാവധി ഫോട്ടോ വെക്കുന്നത് നല്ലതാണ്. മാക്സിമം ഒരു 10 ഫോട്ടോ എങ്കിലും വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അതിന് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ബയോമെട്രിക് ഫോട്ടോസ്, ഇത്രയാണ് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്. അതായത് ഹസ്ബൻഡ് വൈഫ് ജർമ്മനിയിൽ ജോലി ചെയ്യുകയാണ്, നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങളുടെ ഫാമിലീനെ നിങ്ങൾ ജർമ്മനിയിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. ഇതിൽ എത്ര ഡോക്യുമെൻറ്റ്സ് വേണം നിങ്ങൾ കൂടുതൽ വെക്കാം. ഇത്രയും എങ്കിലും മിനിമം ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ വെച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വിസയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഒരു 99% നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വരികയാണെങ്കിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ജർമ്മനിയിൽ അതിൻ്റെ എൻക്വയറി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മെയിൽ അല്ലെങ്കിൽ പോസ്റ്റായിട്ട് നിങ്ങളുടെ വൈഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് വന്നോളും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. എൻ്റെ വൈഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എൻ്റെ വൈഫിന് എൻക്വയറി ആയിട്ട് ഇവിടുത്തെ ഔസ്ലാൻഡേഴ്സ്ബർഗ്, അതായത് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് അവർക്ക് പോസ്റ്റായിട്ടാണ് അയച്ചത്. ഏകദേശം ഒരു 5 ഡോക്യുമെൻറ്റ്സ് വീണ്ടും അവർ ചോദിച്ചു.
5 ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഡോക്യുമെൻറ്റ്സാണ്. നമ്മുടെ റെൻ്റ്, ഫ്രഷറിങ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യം. അതൊക്കെ നമുക്ക് ഇവിടെ അതിന് എൻക്വയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബേസിക്കായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് വേണ്ട. വീഡിയോ 10 മിനിറ്റായി, ഞാനൊരു 8 മിനിറ്റ് 10 മിനിറ്റ് തീർക്കണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് എത്തിക്കുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ്. കാരണം നിങ്ങളുടെ ഫാമിലി വളരെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ജർമ്മനി എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉള്ളതെന്നറിയാം. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. ഞാനൊരു തുടക്കക്കാരനാണ്, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.